ഞാൻ ആരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഞാൻ ഏറെക്കുറെ ഈ സ്പേസിലായിരിക്കും. വേർ ഐ ട്രൈ ടു ഇൻവെസ്റ്റ് മൈ ടൈം. അവരുടെ രീതിയിലേക്ക് ഞാൻ മാറാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ബ്യൂട്ടിഫുൾ ആസ് പോസിബിൾ. ഒരു റൈറ്റ് ആളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് റൈറ്റ് ആളിനെ കണ്ട് കല്യാണം കഴിച്ചതല്ല. കല്യാണം എൻ്റെ പ്രയോറിറ്റി ആയിരുന്നില്ല. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിരുന്നില്ല. എനിക്ക് കുറേ കാര്യങ്ങളല്ലാതെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതിനകത്ത് കുറേ ടൈം ആൻഡ് എനർജി സ്പെൻഡ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ എൻ്റെ സ്വപ്നങ്ങൾ ഇത്രയും വലിയ പരിപാടികളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടിയിലാണ് എൻ്റെ ടൈം ആൻഡ് എനർജി. അപ്പം ഞാൻ സെറ്റിലായിട്ട് സ്റ്റാറായി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കലുണ്ടാവില്ല. അത് വേറൊരു മെച്യൂരിറ്റിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തും എത്തിയിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഞാൻ എത്രയോ ഏർലി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നൊരു വ്യക്തിയാണ്. ബിഫോർ ഡാൻസ് ഒക്കെ എനിക്ക് തന്ന പോപ്പുലാരിറ്റി അത്രയും സംഭവമാണ്. അപ്പോൾ ഓരോ തവണയും ഞാൻ വിചാരിക്കും ദിസ് ഇസ് ഇറ്റ്. വൈകുണ്ഠപുരത്തിൽ എനിക്കൊരു അവസരം കിട്ടി, ഞാൻ തെലുങ്കിൽ ഡെബ്യൂ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് ഇറ്റ്. ബിഫോർ ഡാൻസ് ആണ് അപ്പോൾ ദിസ് ഇസ് ഇറ്റ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നെയും നമ്മുടെ ആഗ്രഹങ്ങൾ വലുതായിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ദിസ് ഇസ് ഇറ്റിന് ഒരു ആവുന്നില്ല. ഞാൻ 20 വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പം അതിനുശേഷം ഇറ്റ് വാസ് നോട്ട് ഈസി. നമ്മൾ പിന്നെയും പഠിക്കണം. PG ഞാനത് കഴിഞ്ഞിട്ടാണ് എടുത്തത്. ജോലി എൻ്റെ കൂടെ തന്നെ കല്യാണം കഴിഞ്ഞ പുറകെ തന്നെ ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ അതെല്ലാം കൂടെ വെച്ചിട്ട് എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് ഒരിക്കലും മാറ്റി വെക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡാണ് എന്നെ മീഡിയയിലോട്ട് പുഷ് ചെയ്തതും വിട്ടതും എല്ലാം. ഹീ ഡിസൈഡഡ് യു ടോക്ക് വെൽ, യു ഷുഡ് ഡു ദിസ് എന്ന് പറഞ്ഞ് പോകുന്നതല്ല. പക്ഷെ പലപ്പോഴും കല്യാണങ്ങളിലേക്ക് വരുമ്പോൾ സ്വപ്നങ്ങളെ മാറ്റി വെക്കേണ്ടതായിട്ടും അതുവരെ ചിറക് മുളയ്ക്കാൻ ആഗ്രഹിച്ച ചിറകിനെ വെട്ടിക്കളയേണ്ടതായിട്ടും ഒക്കെ വരുന്ന ഒത്തിരി ബന്ധങ്ങളുണ്ട്. ബട്ട് യു ബിലീവ് ഇൻ ദാറ്റ്? ഒരു കല്യാണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ച് കുറേ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളുടെ ചിറകുകളെ ഒന്ന് ഒതുക്കണം, അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള ഒരാളാണോ GP? അങ്ങനെ വന്നത് അൺഫോർച്ചുനേറ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വന്നേക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഞാൻ ചിറക് ഡബിളാക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ എൻ്റെ ചിറക് മാത്രമല്ല അവളുടെ ചിറകും വലുതാക്കിയിട്ട്. എന്ന് വെച്ചാൽ തുടക്കത്തിലേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഗോപുവിനൊക്കെ ഈ ഡെയറിങ് ടു ഡ്രീം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു. ആ ആള്, ഞാൻ എക്സാമ്പിൾസ് പറയുന്നില്ല, ബട്ട് അന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്ന ആൾ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. Her dreams were like this before marriage. Now her dreams is like this. അത് എഫേർട്ട് എടുത്തിട്ട്, കാരണം എൻ്റെ ഡ്രീംസ് ഇങ്ങനെയാണ് ഇന്നും. അവിടേക്ക് എത്തിയിട്ടില്ല, ഞാൻ എത്തിക്കുമായിരിക്കും. പക്ഷേ വെതറായം ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടോ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഡ്രീംസ് എന്നും ഹ്യൂജാണ്. ഞാൻ അത്രയും സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഒരുപാട് ട്രോള് വന്നിട്ടുള്ള ഒരു സംഭവം. സൂര്യ TV ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ലോങ് ജേർണി പോകാൻ, ഒരു റോഡ് ട്രിപ്പ് പോകാൻ ആരുടെ കൂടി ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അല്ലു അർജുൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് എന്നെ അങ്ങനെ വാരി വലിച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ അല്ലു അർജുൻ. പക്ഷെ ഐ ഡോണ്ട് കെയർ, ദാറ്റ് ഇസ് മൈ ആഗ്രഹം. എനിക്ക് അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. ഞാൻ ഇന്നും അത് ധൈര്യത്തോടെ പറയും. സോ D4 ഡാൻസിൽ അല്ല, ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ വൈകുണ്ഠപുരം. അപ്പോൾ D4 ഡാൻസിൽ ഒരു ഷോ, മോനിഷ എന്ന് പറഞ്ഞൊരു കുട്ടി D4 ഡാൻസിലൊരു ആക്ട് നടത്തി. അപ്പോൾ അന്ന് സ്റ്റാർ ബേസ്ഡ് ആക്ടുകളാണ്. അന്ന് അല്ലു അർജുനായിരുന്നു. ആ കുട്ടി ഹൈദരാബാദിൽ നിന്നായിരുന്നു. സോ ഷീ വാസ് എ ഹാർഡ് കോർ ഫാൻ ഓഫ് അല്ലു അർജുൻ. ആ കുട്ടി അല്ലു അർജുനെ വെച്ചിട്ട് ആണ് ഫുൾ ഡാൻസ് കളിച്ചത്. അപ്പോൾ ആ ഡാൻസ് കഴിഞ്ഞ ഉടനെ ഞാനും പേളിയും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അല്ലു അർജുൻ സാറിനെ കാണണം, അല്ലെങ്കിൽ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഒരു റിഗാർഡ്സ് എങ്കിലും അവിടെ എത്തിക്കണം. അപ്പം ഞാൻ ആ ഫ്ലോറിൽ നിന്ന് പറഞ്ഞു, ഞാൻ അല്ലു അർജുൻ്റെ കൂടെ എന്തെങ്കിലും അഭിനയിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ, റിഗാർഡ്സ് പറയാം. അന്ന് തന്നെ അവിടെ എല്ലാവരും കൂടെ കൊന്നു. പ്രിയാജിയും മാസ്റ്ററും പേളിയും എല്ലാവരും കൂടെ കൊന്നു. പക്ഷേ ഐ ആക്ടഡ് ഇൻ. യു ഷുഡ് ബിലീവ് ദാറ്റ്. ആൾക്കാർ ഇപ്പോഴും എന്നെ കൊല്ലും. ഇപ്പം ഞാൻ വൈകുണ്ഠപുരത്തിന് ശേഷമാണ് ഈ ഒരു റോഡ് ട്രിപ്പ് ചെയ്യാൻ ആഗ്രഹം ആരുടെ കൂടെയാണ് ചോദിച്ചപ്പോൾ പിന്നെ അവർ കട്ട് ചെയ്തിട്ടത്. പിന്നെ ഒരു പണി കിട്ടിയത് അവിടെ വെച്ചാൽ പല ക്വസ്റ്റ്യനുകളിലും ഞാൻ ഉത്തരം പറഞ്ഞ് മീയുടെ പേരും പേളിയുടെ പേരൊക്കെയാണ് പല സാധനങ്ങൾക്കും. പക്ഷേ ഈ റോഡ് ട്രിപ്പിൻ്റെ പേര് അല്ലുവിൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലുവിൻ്റെ കൂടെ ഞാൻ റോഡ് ട്രിപ്പ് എപ്പോഴും പോവാറുണ്ട് എന്നൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും. വാട്ടെവർ, അതൊന്നും നമുക്ക് ബോധറേഷൻ ഇല്ല. പക്ഷേ ദിസ് ഇസ് ദ വേ ഐ ഡ്രീം. എൻ്റെ ആഗ്രഹങ്ങൾ എന്നും വലുതാണ്. ഇത് ചെറുപ്പം മുതലേ പുറത്ത് പറയുമ്പോൾ എല്ലാവരെയും കണ്ണ് ബൾബാവാറുണ്ട്. ഞാൻ എന്നും എൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അതിന് അഹങ്കാരമായിട്ട് ആൾക്കാർ തോന്നാറ്. എനിക്കത് ആത്മവിശ്വാസമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്.